സകല സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കപ്പെട്ട മർമ്മവും ദൈവജ്ഞാനവുമായ ക്രിസ്തുയേശുവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. സകല സൃഷ്ടിക്കും മുമ്പേ, 1 Corinthians chapter 2 verses 6-8. അവിടെ നമ്മൾ വായിക്കുന്നത്, സകല സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി ദൈവം എന്തോ ഒന്ന് മുന്നൊരുക്കിയിരുന്നു. സ്തോത്രം. അത് നാം അവിടെ കാണുന്നു, ദൈവജ്ഞാനമായ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തുവിനെ അവിടെ പൗലോസ് മർമ്മമെന്നും വിളിക്കുന്നുണ്ട്. The Lord God had prepared even before the creation something for you and me who loves the Lord, and that was, as per Paul, Christ Jesus. And that Christ is called the mystery and also the wisdom of God. ആ ദൈവത്തിൻ്റെ കരുതലിനായി ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ദൈവജ്ഞാനവും മർമ്മവുമായിരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളും എല്ലാവർക്കും സ്നേഹത്തോടെ ഈ സമയം അറിയിക്കുന്നു. ആഴ്ചയുടെ അവസാനത്തെ ദിവസം നമുക്കൊരുമിച്ച് കർത്താവിന്റെ പാദങ്ങളിലേക്ക് അടുത്തു വരുവാനായി ദൈവം അവസരം നൽകിയതിനാൽ വീണ്ടും ദൈവത്തിന് മഹത്വമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. നമ്മൾ പഠിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. On the basis of Revelation 20 verses from 1 to 7. അതാണ് നാം പഠിക്കുന്നത്. About the millennial reign of Christ. കർത്താവായ യേശുവിൻ്റെ 1000 ആണ്ടത്തെ ഈ ഭൂമിയിലുള്ള വാഴ്ച. സ്തോത്രം. ആ സമയത്തെ ആത്മീയമായ അല്ലെങ്കിൽ ആരാധനാപരമായ കാര്യങ്ങളെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Verse number 4, please. Then I saw thrones, and seated on them were those to whom the authority to judge was committed. Also I saw the souls of those who had been beheaded for the testimony of Jesus and for the word of God, and those who had not worshipped the beast or its image, and had not received its mark on their foreheads or their hands. They came to life and reigned with Christ for 1,000 years. They came to life and reigned for 1,000 years with Christ. അവർ ജീവിച്ചെഴുന്നേറ്റു. ആ പുനരുത്ഥാനം പ്രാപിച്ച വിശുദ്ധന്മാർ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാണു. 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ നമ്മൾ 6 പ്രാവശ്യം 1000 ആണ്ട് എന്ന് കാണുന്നത് പഠിച്ചുവല്ലോ.
So 6 times it is mentioned there from verses 1 through 7. 1,000 years, 1,000 years. So because of that particular thing, we derive this teaching of millennial reign of Jesus. അപ്പം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, അവർ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാണു. അവിടെയാണ് നമ്മൾ 1000 ആണ്ട് വാഴ്ച എന്ന ഉപദേശ ചിന്താവിഷയം രൂപീകരിക്കുന്നത്. ഉപദേശം നമ്മൾ കണ്ടതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിന്റെ ചില ഭാഗങ്ങളിലും ചിതറിക്കിടപ്പുണ്ട് വളരെ വ്യക്തതയോടെ. എന്നാൽ 1000 ആണ്ട് എന്ന ഒരു പ്രയോഗം നമ്മൾ ഈ 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെ നോക്കിക്കൊണ്ടിരുന്നത് ദ റിലീജിയസ് കണ്ടീഷൻ ഓഫ് മില്ലേനിയം. കർത്താവ് 1000 ആണ്ട് വാഴുന്ന സമയത്തെ മതപരമായ അല്ലെങ്കിൽ ആരാധനാപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ 1-ാമത്തെ കാര്യമായിരുന്നു നമ്മൾ കണ്ടത് ടെമ്പിൾ. അതിനു മുമ്പ് യൂണിഫൈഡ് വർഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ദ മില്ലേനിയൽ ടെമ്പിൾ. അതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നത് യെഹെസ്കേൽ 40-ാം അധ്യായം മുതൽ 48-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ്. എസെക്കിയേൽ 40 to 48 chapters describe about the millennial temple and the temple systems. നമ്മൾ കണ്ടല്ലോ, മോശയുടെ കാലത്തെ സമാഗമന കൂടാരം മുതൽ യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന ഹെരോദാവിന്റെ ദേവാലയം എന്ന് വിളിക്കപ്പെട്ട മനോഹരമായ ദേവാലയം വരെയുള്ള യെരുശലേം ദേവാലയങ്ങളെ. സെരുബാബേലിന്റെ ദേവാലയത്തെ പുതുക്കി പണിതതാണ് ഹെരോദിന്റെ ദേവാലയം. ചിലരതിനെ 2ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, ചിലരതിനെ 1ആയിട്ട് തന്നെ, എങ്ങനെയും നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ അതിനെ മനസ്സിലാക്കാം. ഏതായാലും ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ആലയം മോശയുടെ കാലത്തെ, അഹരോന്റെ കാലത്തെ, ഇസ്രായേലിന്റെ മരുഭൂ യാത്രാകാലത്തെ സമാഗമന കൂടാരമാണ്. ദ ട്രാവലിംഗ് ടെമ്പിൾ, അതാണ് ഏറ്റവും ആദ്യത്തേത്. ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്നത്, ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് യേശുക്രിസ്തുവിന്റെ കാലത്തെ ദേവാലയമാണ്. AD 70-ലാണ് അത് നശിപ്പിക്കപ്പെട്ടത്. ഇനിയും ഒരെണ്ണം കൂടെ മഹാപീഡന കാലത്ത് വരും എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഈ മോശയുടെ കാലത്തെ സമാഗമന കൂടാരം മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ കാലത്തെ അതിമനോഹരമായ ദേവാലയം വരെ, അതിമനോഹരമായ ദേവാലയം വരെ ഉള്ള എല്ലാ ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും സഹസ്രാബ്ദ ദേവാലയം, വലിപ്പം കൊണ്ടും മഹത്വം കൊണ്ടും. In every aspect, the millennial temple will supersede all other previous ones, whether in its size, in its majesty, in its systems, whatever you take. എല്ലാ കാര്യങ്ങളിലും, വലിപ്പം കൊണ്ടായാലും മഹത്വം കൊണ്ടായാലും അവിടുത്തെ കാര്യപരിപാടികൾ കൊണ്ടായാലും അതിൻ്റെ വ്യവസ്ഥിതികൾ കൊണ്ടായാലും എല്ലാം
ഇതുവരെയുള്ള എല്ലാ ദേവാലയങ്ങളെയും അതിജീവിക്കുന്ന, അതിനേക്കാൾ മഹത്വമായിട്ട് നിൽക്കുന്ന ഒരു ദേവാലയമായിരിക്കും മില്ലേനിയൽ ടെമ്പിൾ, സഹസ്രാബ്ദ കാലത്തെ ദേവാലയം. അതിൻ്റെ സൈസൊക്കെ നമുക്ക് യെഹെസ്കേലിൽ കാണാൻ പറ്റും. അവിടേക്കൊന്നും നമ്മളിപ്പോൾ ഏതായാലും പോകുന്നില്ല. അതിൻ്റെ മതിലുകൾ, വാതിലുകൾ എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു വിടാം, വിശദീകരിക്കുന്നില്ല. അതൊക്കെ കുറഞ്ഞത് ഒരു സെഷനെങ്കിലും മൊത്തം എടുത്ത് വിശദീകരിക്കാൻ ഉള്ള സംഗതിയാണ്. നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ചുരുക്കം ചില ദൈവദാസന്മാർ പരാമർശിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, വിശദീകരിച്ച് ഞാൻ കേട്ടിട്ടില്ല. പരാമർശിച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ്. about the eastern gate of Jerusalem. You might have heard about. നമുക്ക് നെഹ്മ്യാവിൻ്റെയൊക്കെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 8ഓളം ഗോപുരങ്ങൾ അഥവാ വാതിലുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പല പേരുകൾ അതിനുണ്ട്. സ്തോത്രം. അവയിലേക്കുമൊന്നും നമ്മൾ തൽക്കാലം പോകുന്നില്ല. അപ്പം ഏതാണ്ട് 8 പ്രധാനപ്പെട്ട വാതിലുകളാണ്. മേജർ 8 gates were there for Jerusalem. പല പേരുകൾ അതിനുണ്ട്. ആട്ടുവാതിൽ, കുപ്പവാതിലൊക്കെ നിങ്ങൾ അതിൽ കേട്ടിട്ടുള്ള ചിലത് മാത്രമാണ്. അവിടേക്കൊന്നും തൽക്കാലം ഞാൻ പോകുന്നില്ല. എന്നാൽ കിഴക്ക് മൗണ്ട് ഒലീവ് മലയെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു വാതിലുണ്ട്. ഈസ്റ്റേൺ ഗേറ്റ് എന്നാണ് അതറിയപ്പെടുന്നത്, കിഴക്കേ വാതിൽ. അനദർ നെയിം ഈസ് ഗോൾഡൻ ഗേറ്റ്. സുവർണവാതിൽ എന്നും അതിനെ വിളിക്കുന്നുണ്ട്. സുവർണവാതിൽ. ഏതാണ്ട് കർത്താവ് യെരുശലേമിലേക്ക് ചെറുകഴുത കുട്ടിപ്പുറത്ത് കയറി എഴുന്നള്ളിയ വാതിലാണത്. സ്തോത്രം. ഏതാണ്ട് ആ വാതിലിനെ കുറിച്ച് തന്നെയാണ് ദ ബ്യൂട്ടിഫുൾ ടവർ അല്ലെങ്കിൽ ഗേറ്റ്, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നതും ഏതാണ്ട് അതേ ഭാഗം തന്നെയാണ്. സ്തോത്രം. ബട്ട് നൗ that gate is closed. That gate is sealed up. ഇന്ന് ആ ഈസ്റ്റേൺ ഗേറ്റ്, യെരുശലേമിൻ്റെ ആ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുന്നു, അടച്ചിട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അടച്ചു, എന്നാൽ ഔദ്യോഗികമായി ലേറ്റസ്റ്റ് ആയിട്ട് അത് അടച്ചത് AD 1541 AD 1540-41 ഓട്ടോമൻ തുർക്കികൾ അവരാണ് അത് ഔദ്യോഗികമായി ഏറ്റവും ഒടുവിൽ അടച്ച് മുദ്ര വെച്ചത്. So by AD 1540-41, the Ottoman Turks and especially Suleiman the Magnificent, the Sultan of the Ottoman Empire, ഈ സുലൈമാൻ ദ മാഗ്നിഫിഷ്യൻ, ഓട്ടോമൻ ചക്രവർത്തിയായിരുന്ന ഈ സുലൈമാൻ ദ മാഗ്നിഫിഷ്യന്റ് എന്ന മഹാനായ
ഈ സുലൈമാൻ എന്ന് വിളിക്കപ്പെടുന്ന ചക്രവർത്തിയാണ് 1540-41 ഈ പൗരസ്ത്യ യെരുശലേം വാതിൽ അടച്ച് പൂട്ടി മുദ്ര വെച്ചത്. അത് മുദ്ര വെക്കാനുള്ള പല കാരണങ്ങളുണ്ട്. പൊളിറ്റിക്കൽ റീസൺസ്, രാഷ്ട്രീയ കാരണങ്ങളായിട്ട് പറയുന്നത് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ജെറൂസലേം. അതാണ് രാഷ്ട്രീയ കാരണം. യെരുശലേമിന്റെ സംരക്ഷണം, സുരക്ഷ എന്നുള്ളതാണ് രാഷ്ട്രീയ കാരണമായി പറയുന്നത്. മുസ്ലിങ്ങൾ അതിന് പറയുന്ന കാരണം അവരും അന്തിക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ഫോൾസ് മസായ. അപ്പോൾ അന്തിക്രിസ്തുവിന്റെ, കള്ളക്രിസ്തുവിന്റെ പ്രവേശനത്തെ തടയാൻ വേണ്ടിയാണ് ആ പൗരസ്ത്യ വാതിൽ അടച്ചിരിക്കുന്നത് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. For political people, it is sealed for security reasons. Muslims claim that it is closed to prevent the entrance of false messiah through that gate. എന്നാൽ യഹൂദന്മാർ കാത്തിരിക്കുന്നത് മറ്റൊന്നാണ്. അവർ പറയുന്നത് that will be open again when our Messiah will come. That will be opened only for the entrance of the Messiah. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി, ഞങ്ങളുടെ രക്ഷയ്ക്കായി സാക്ഷാൽ മശിഹ വരുമ്പോൾ മശിഹയ്ക്ക് പ്രവേശിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും ആ വാതിൽ തുറക്കുന്നത് എന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം. ഏതാണ്ട് അതുതന്നെയാണ് നാമും ക്രൈസ്തവ ലോകവും വിശ്വസിക്കുന്നത്. ഇന്ന് ഈ കിഴക്കേ വാതിൽ അടച്ചിട്ടിരിക്കുന്നത് മശിഹായിക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. 24-ാം സങ്കീർത്തനമൊക്കെ അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? അപ്പോൾ മഹത്വത്തിന്റെ രാജാവായി ക്രിസ്തു ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഗേറ്റ്, ഈ സുവർണ വാതിൽ, ഈ കിഴക്കേ വാതിൽ വീണ്ടും തുറക്കും എന്നാണ് യഹൂദന്മാരും അല്ലെങ്കിൽ ഇസ്രായേലിലും ദൈവസഭയും വിശ്വസിക്കുന്നത്. ആ കാര്യങ്ങളെയൊക്കെ നമുക്ക് യെഹെസ്കേൽ 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവമഹത്വം പഴയ ദേവാലയത്തിൽ നിന്നും പൊയ്പോകുന്നത് യെഹെസ്കേൽ കണ്ടു, യെഹെസ്കേൽ ആദ്യത്തെ അധ്യായങ്ങളിൽ. എന്നാൽ ആ മഹത്വം തിരികെ വരുന്നതും യെഹെസ്കേൽ ഒടുവിലത്തെ അധ്യായങ്ങളിൽ കാണുന്നു. സ്തോത്രം. അപ്പോൾ മശിഹയുടെ എഴുന്നള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പാണ് നമുക്ക് അവിടങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. നാം യെഹെസ്കേൽ 10-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം കാണുന്നുണ്ട്. 10-ാമത്തെ അധ്യായം അതിന്റെ 3 മുതൽ ഒന്ന് വായിച്ചോളൂ. എസെക്കിയേൽ 10:3-4 ഫോളോയിങ്. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിന്റെ വലത്ത് ഭാഗത്തു നിന്ന് മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബുകളിന്മേൽ പൊങ്ങി ആലയത്തിന്റെ ഉമ്മരിപ്പടിക്ക് മീതെ നിന്നു.
ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇനി നേരെ 18 വന്നാട്ടെ. 18 അതേ അധ്യായം. പത്താം അധ്യായം 18. Then the glory of the Lord went out from the threshold of the house and stood over the cherubim. Yeah, next. And the cherubim lifted up their wings and mounted up from the earth before my eyes as they went out, with the wheels beside them. And they stood at the entrance of the east gate of the house of the Lord, and the glory of the God of Israel was over them. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം, that means the very presence of God. That means God himself. Okay? The Shekinah, the glory, the majesty, the presence, God himself now departing from Jerusalem temple. ഒരു സമയത്ത് ആലയത്തെ നിറച്ചിരുന്ന ദൈവമഹത്വം പതിയെ പതിയെ പൊങ്ങി പൊങ്ങി കിഴക്കേ വാതിൽ വഴിയായി ആലയത്തിന് നഷ്ടപ്പെടുന്നത് നാം കാണുന്നു. സ്തോത്രം. ഇവിടെ നാം 40-ാം അധ്യായം തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ആ മഹത്വം സഹസ്രാബ്ദ ദേവാലയത്തിൽ മടങ്ങി വരുന്നതാണ് കാണുന്നത്. So in Ezekiel chapter 10, we see the glory of God, the majesty, the presence, God himself departing from the temple through the eastern gate. But when Christ, the Messiah, will return, the glory returns to the temple. And for the entrance of the Messiah, still the eastern gate is sealed up. It is closed. It's closed. When Christ will be coming again through this gate, we also will accompany him. Praise God. നമ്മുടെ കർത്താവ് ഈ കിഴക്കേ വാതിലിലൂടെ വീണ്ടും യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ നാമും കർത്താവിനോട് കൂടെ കാണും എന്നതുകൊണ്ട് നമുക്കും അത് വളരെ ആനന്ദകരമാണ്. സ്തോത്രം. ആനന്ദകരമാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രത്യാശയുടെ ഭാഗമായി തന്നെ നമുക്കതിനെ കണക്കാക്കാം. We can consider it as the part of our hope too. സ്തോത്രം. അങ്ങനെ കിഴക്കേ വാതിലിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. സ്തോത്രം. മത്തായി 21-ാമത്തെ അധ്യായത്തിൽ in Matthew chapter 21, there is the triumphal entry of Jesus, and it was also through the same gate. ഇതുവഴി തന്നെയായിരുന്നു മത്തായി 21-ാമത്തെ അധ്യായത്തിൽ യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചത്. സ്തോത്രം. അപ്പം യെഹെസ്കേൽ ഇപ്പൊ നമ്മൾ 10-ന്റെ 18-ഉം 19-ഉം വായിച്ചല്ലോ. 11-ന്റെ 23-ഉം കൂടെ നോക്കിക്കാട്ടെ. 11:23 എസെക്കിയേൽ. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. കണ്ടോ? കിഴക്കേ വാതിൽ വഴിയായി ഒലിവുമലയിലേക്ക് ദൈവമഹത്വം ഡിപ്പാർട്ട് പോയത്. സ്തോത്രം.
ഇനി 43-1 തൊട്ട് 5 വരെ, 43 verses 1 through 5. 43. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്കു വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കെബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവ് എന്നെ എടുത്തു അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. വിശദീകരണം വേണ്ടല്ലോ, വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. Even without a description or interpretation, we can understand. The lost or the departed glory, Ikabod, is returning to the city and to the temple. അത് അടച്ചതിനെ കുറിച്ച് chapter 42, chapter 44 verses 1 and 2. 44-1 2. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ടുള്ള ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുചെന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. Praise God. അത് അടച്ചിരിക്കുവാനുള്ള കാരണം അതൊരാൾക്ക് വേണ്ടി മാത്രമാണ് തുറക്കപ്പെടുക എന്നാണ് അവിടെ പറയുന്നത്. സ്തോത്രം. 46-12, 46-12. When the prince provides a freewill offering, either a burnt offering or peace offerings as a freewill offering to the Lord, the gate facing east shall be open for him, and he shall offer his burnt offering or his peace offerings as he does on the Sabbath day. Then he shall go out, and after he has gone out, the gate shall be shut. The prince, there we see a prince. മലയാളത്തിൽ പ്രഭു എന്നായിരിക്കും അല്ലെ? അതെ, പ്രഭു. പ്രഭു. സ്തോത്രം. അപ്പോൾ ആ പ്രഭുവിന് വേണ്ടി മാത്രമാണ് ഇത് തുറക്കുക. അത് നാം 44-ാം അധ്യായത്തിൽ കണ്ടു. ദൈവമായ യഹോവയ്ക്ക് വേണ്ടിയാണെന്ന് നാം ഇവിടെ 46-ൽ നമ്മൾ കണ്ടു അത് പ്രഭുവിന് വേണ്ടിയാണെന്ന്. ഈ യഹോവയായ ദൈവം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പ്രഭു, നമുക്കിന്ന് വ്യാഖ്യാനങ്ങൾ കൂടാതെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കർത്താവായ യേശു ആണെന്ന്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ആണെന്ന്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നാം ആ കാര്യം വ്യക്തതയോടെ കാണുന്നു. മത്തായി 21-1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിലാണ് യേശുവിന്റെ ട്രയംഫൽ എൻട്രി. Matthew 21, 1-11, we see the triumphal entry of Jesus. യെഹെസ്കേൽ തന്നെ 43-2 കൂടെ ഒന്ന് വായിച്ചോളൂ. 43 verse 2. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. സ്തോത്രം.
സെഖരായ ചാപ്റ്റർ 14 വേഴ്സ് 4 നമുക്ക് മനഃപ്പാഠമാണ് എങ്കിൽ കൂടെ സഖരിയാവ് 14:4 കൂടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. ഇതിന്റെ ഒന്നും വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവായ യേശു തൻ്റെ വിശുദ്ധന്മാരുമായി മഹാപീഡനകാലത്തിൻ്റെ ഒടുവിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ചിത്രമാണ് നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കാല് ഭൂമിയിൽ തൊടുന്നത് ഒലിവുമലമേല. അവിടെ നിന്നുമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അതുപോലെ കർത്താവ് മടങ്ങി വരുമെന്ന് ദൂതന്മാർ പറഞ്ഞ കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 1:11 കർത്താവിന്റെ വരവനുള്ള 10-11 ഉറപ്പുകളിൽ ഒരു ഉറപ്പായി നമ്മൾ ആ ഭാഗം വായിച്ചു പഠിച്ചിട്ടുണ്ട്. ജീസസ് ascended from the Mount Olive. Acts 1:11 says, the same way he will come again. The angels declared to the disciples, the 11 apostles. We can blindly believe what the angels declare because the angelic declarations about Christ's birth and related things, including his resurrection, were true and they were fulfilled. പ്രവർത്തികൾ 1:11 യേശുക്രിസ്തു പോയതുപോലെ മടങ്ങി വരുമെന്നുള്ള ദൂതപ്രഖ്യാപനം നമുക്ക് അങ്ങനെയേ വിശ്വസിക്കാം. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം തുടങ്ങി യെരൂശലേമിലെ അല്ലെങ്കിൽ ബേത്ലഹേമിലെ ജനനം തുടങ്ങി ജനന സമയം, അതിനു മുമ്പുണ്ടായ പ്രവചനങ്ങൾ, ജനിച്ച ശേഷമുള്ള പ്രഖ്യാപനങ്ങൾ തുടങ്ങി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ദൂതപ്രഖ്യാപനങ്ങളെല്ലാം സത്യമായിരുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം ഈ പ്രഖ്യാപനവും സത്യമാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്താവ് ആരോഹണം ചെയ്ത, അസെൻഡ് ചെയ്ത അതേ മലയിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നു, തിരികെ വരുന്നു. അപ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി കീറിപ്പോകുന്നു, പിളർന്നു പോകുന്നു. അതിനെക്കുറിച്ചൊക്കെയുള്ള ശാസ്ത്രീയ തെളിവുകളുണ്ട്. യെരൂശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ പോകാൻ അവസരം കിട്ടിയാൽ ഒന്ന് പോകുക. അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഒന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. യെരൂശലേമിൽ അവസരം കിട്ടിയാൽ, ഇസ്രായേലിൽ അവസരം കിട്ടിയാൽ ഒന്ന് പോകണം. അത് വിശുദ്ധ ഭൂമി ആയതുകൊണ്ടോ അവിടെ പോയി ചവിട്ടിയത് കൊണ്ടെന്തോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുള്ളത് കൊണ്ടോ അല്ല. ചിലരൊക്കെ നമ്മുടെ ആൾക്കാരും ചിലരൊക്കെ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കർത്താവ് നേരിട്ടങ്ങ് കേൾക്കുമെന്ന. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സ്നാനപ്പെട്ടവർ അവിടെ പോയി യോർദാനിൽ പിന്നെയും മുങ്ങാറുണ്ട്. അവിടെ ഗൗണൊക്കെ തരും അവര്. നമ്മളിപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക്, അതും ക്രിസ്ത്യൻസ് ആണെന്ന് പറയുകയാണെങ്കിൽ അവർ നമുക്ക് വെള്ളത്തിലിറങ്ങാനുള്ള ഗൗണും ഒക്കെ തരും. ഒത്തിരി പേര് സ്നാനം കഴിപ്പിക്കുന്നവരും അവിടെ കാണും. നമ്മുടെ ആൾക്കാരും പലരും പോയി അവിടെ പിന്നെയും മുങ്ങാറുണ്ട്. യോർദാനിൽ മുങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെയുള്ള പ്രയോജനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള പുണ്യത്തിന് വേണ്ടിയല്ല പോകുന്നത്. എന്നാൽ വേദപുസ്തക ചരിത്രം ഉറങ്ങുന്ന സ്ഥലമെന്ന നിലയിൽ നമുക്കവിടെ പോകാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും അതൊരു വലിയ അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർ
പറഞ്ഞു കേട്ടിട്ടും ഞാൻ വായിച്ചിട്ടുമുള്ളത്, ഒലിവുമലയൊക്കെ കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുണ്ടെങ്കിലും അവിടെയെങ്ങും ആ സ്ഥലങ്ങളിലൊന്നും ഹോട്ടലുകളോ മറ്റോ പണിതിട്ടില്ലെന്നാണ്. അതിന് ഗവേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടത്തിയപ്പോൾ ഒലിവുമലയുടെ ആ പ്രദേശങ്ങളിൽ വലിയ ഭൂകമ്പ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അത് അധികാരികളെ ധരിപ്പിച്ച് ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണത്രേ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടുമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജപ്പാനിലെ അമ്മച്ചി പ്രവചിച്ചതുപോലെയല്ല. ഇന്ന് വെളുപ്പിനെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരം സുനാമി ഉണ്ടാകുമെന്നായിരുന്നല്ലോ പ്രവചിച്ചിരുന്നത്. വല്ലതും വന്നതായിട്ട് അറിവുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് ഇതുവരെ അറിവൊന്നും കിട്ടിയില്ല. രാവിലെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രവചിച്ച സമയമൊക്കെ കഴിഞ്ഞ് കുറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ന്യൂസിൽ ഞാൻ കണ്ടു. അവിടെയുള്ള ഒരു മലയാളിയെ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇതുവരെ സംഭവിച്ചില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടു. അപ്പം ആ അമ്മച്ചിയുടെ കൂട്ടുള്ള പ്രവചനമൊന്നും അല്ല ഇത് കേട്ടോ. സ്തോത്രം. ഇത് പറഞ്ഞിരിക്കുന്നത് ഭോഷ്കില്ലാത്ത ദൈവമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റിനെ കുറിച്ച്. നമ്മൾ മുമ്പേ പറഞ്ഞു ഏതാണ്ട് 8 വാതിലുകളെ കുറിച്ച്. എന്നാൽ സഹസ്രാബ്ദ കാലത്ത് 12 വാതിലുകളായിരിക്കും ഉണ്ടാവുക. The earlier times there were major 8 gates as we saw initially, but during the millennium there will be 12 gates. 12 ഗേറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. എസെക്കിയേൽ 48:30-35, യഹെസ്കേൽ 48 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ആ വാതിലുകളും അതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നമ്മൾ പരാമർശിച്ച് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഏതായാലും 1000 ആണ്ട് വാഴ്ചക്കാലത്ത് മശിഹ രാജകുമാരനായി, രാജാവായി, എംപററായി, ചക്രവർത്തിയായി വരുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഹെസ്കേൽ 40 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. By keeping all these in our minds, if we go through chapters 40 to 48 of Ezekiel, we can get into more illumination and insights about these things. And I exhort you for the same. സ്തോത്രം. അപ്പോൾ യെരുശലേം ദേവാലയം, യെരുശലേം ദേവാലയം. ഈ യെരുശലേം ദേവാലയത്തിൽ, സ്തോത്രം, ഈ യെരുശലേമിനെ തന്നെ നാം കാണുന്നത് ആരാധനയുടെ ഭാഗമായി നാം നോക്കിയാൽ we can see this Jerusalem itself will be a special oblation for God. This Jerusalem will be considered a holy oblation, a special sacrifice offering for the Lord. അടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ യെരുശലേമിനെ, ഈ ദേവാലയത്തെ ഒക്കെ തന്നെ തിരുവെഴുത്ത് പറയുന്നത് യഹോവയ്ക്ക് വിശുദ്ധം എന്ന നിലയിലാണ്. A holy oblation. Oblation means a sacrifice or an offering. ഒരു
വിശുദ്ധമായ അർപ്പണം, വിശുദ്ധമായ യാഗം, വിശുദ്ധമായ എന്താണ് പറയുന്നത്, സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്തോത്ര കാഴ്ച പോലെയാണ് ഈ യെരൂശലേം, യഹൂദൻ മൊത്തം, all the 12 tribes of Israel, the Jerusalem city, the Jerusalem temple, all these things will be considered as an holy offering or sacrifice to the Lord. സ്തോത്രം. ദൈവത്തിനുള്ള പ്രത്യേകമായ വിശുദ്ധമായ ഒരു യാഗമെന്ന നിലയിൽ, ഒരു അർപ്പണമെന്ന നിലയിൽ ഇസ്രായേൽ 12 ഗോത്രങ്ങളും ഈ വിശുദ്ധ നഗരവും വിശുദ്ധയാലയവുമെല്ലാം തീരുന്നതാണ് നാം കാണുന്നത്. സ്തോത്രം. ഐശയ്യ 2:4, 2:4 ഒന്ന് നോക്കുമോ? യെശയ്യാവ് അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ, അതല്ലേ, 2:4, കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയും ഇല്ല. സ്തോത്രം. യെഹെസ്കേൽ 37:26, 37:26, എസെക്കിയേൽ ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും, അതവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. ഓൾ ടുഗെദർ. അതിൻ്റെ കൂടെ മീഖ 4:1-4 ഉണ്ട്. മൈഖ chapter 4 verses 1-4. So all these verses together describe or declare that the entire Israelites, the 12 tribes, their places, their city, their systems, everything will be set apart as a holy oblation or a sacrifice for God. ഇസ്രായേൽ ജാതി 12 ഗോത്രങ്ങൾ, അവർ പാർക്കുന്ന കനാൻ ദേശം, പിന്നെ യെരൂശലേം നഗരം, യെരൂശലേം നഗരത്തിലെ യെരൂശലേം ദേവാലയം എല്ലാം തന്നെ ദൈവത്തിന് വിശുദ്ധമായിരിക്കും. എന്ന് വെച്ചാൽ ദൈവം ദൈവത്തിനായി ഇവയെ മുഴുവനും വേർതിരിക്കും. മറ്റാർക്കും ഇനി ആവാത്തതുപോലെ, വേറെ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ സ്വന്തമായി, ദൈവത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി, ദൈവത്തിൻ്റെ മാത്രമായി ഇവയെ വേർതിരിക്കുന്ന ഒരു ഘടകം, ഒരു കാര്യമാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. നാം അവിടെ കാണുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ ഡോക്ടർ ജെ ഡ്വൈറ്റ് പെന്റിക്കോസ്റ്റ് കോട്ട് ചെയ്യുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. തിങ്സ് ടു കം എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുണ്ട്. തിങ്സ് ടു കം, പെന്റിക്കോസ്റ്റ് എഴുതിയ തിങ്സ് ടു കം എന്ന പുസ്തകത്തിൽ ഉള്ള കാര്യമാണ്. The holy oblation, so it is a quote from Unger's dictionary, quote by J. Dwight Pentecost in his book Things to Come. So he quotes like this: the holy oblation would be a spacious square 34 miles each way,
containing about 1160 square miles. ഈ ഹോളി ഒബ്ലേഷൻ, ഈ വിശുദ്ധമായ യാഗം അല്ലെങ്കിൽ അർപ്പണം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന ഇത് എന്ന് പറയുന്നത് ഒരു വശത്ത് 34 മൈൽസ് 34 മൈലുകൾ ഉള്ള ഒരു സ്ക്വയർ ആയിരിക്കും, ഒരു സമചതുരം പോലെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ മൊത്തത്തിൽ 1160 സ്ക്വയർ മൈൽസ് ഉള്ള ഒരു സ്ഥലമായിരിക്കും. This area would be the center of all the interests of divine government and worship as set up in millennial earth. ഇത് ദൈവീക ഭരണത്തിൻ്റെയും ആരാധനയുടെയും കേന്ദ്ര ഭാഗമായി 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് നിർത്തുന്ന ഘടകമാണ്. The temple itself would be located in the middle of this square, the holy oblation. ഈ 1160 സ്ക്വയർ മൈൽ ഉള്ള ആ പ്രദേശത്തിന്റെ നടുവിൽ തന്നെ ആയിരിക്കും യെരുശലേം ദേവാലയം നിൽക്കുന്നത്, യെരുശലേം ദേവാലയം. And not in the city of Jerusalem upon a very high mountain, which will be miraculously made ready for that purpose when the temple is to be erected. ഇന്ന് പറയുന്ന ആ യെരുശലേം എന്ന ആ ഒരു പ്രത്യേക ലൊക്കാലിറ്റി, ആ സ്ഥലം പോലും ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിട്ട് ആ ആലയം നിലനിൽക്കുന്നത് ഈ പറഞ്ഞ ഒബ്ലേഷന്റെ നടുവിലായിരിക്കും. അതിനുള്ള വാക്യങ്ങളാണ് നമ്മൾ മുമ്പേ വായിച്ചത്. There will be geographical alterations during the time of Jesus' millennial reign. The face of the earth will be changed a little bit, as we already have seen. And this city of Jerusalem also will undergo such a change. And this particular oblation will be set apart for God. And that will be very specially committed or dedicated for the Lord. And at the middle of that oblation, there will be the temple. The temple. അതിനെക്കുറിച്ച് പറയുന്നത് 7 tribes will occupy the northern area and 5 tribes the southern ground. 7 ഗോത്രങ്ങൾ അതിൻ്റെ വടക്കേ ഭാഗത്തും 5 ഗോത്രങ്ങൾ തെക്കേ ഭാഗത്തുമായിട്ട് ഉണ്ടായിരിക്കും എന്നാണ്. Between these 2 areas there is a section called the Holy Oblation. ഈ 2 7ഉം 5ഉം ഗോത്രങ്ങൾ പാർക്കുന്നതിൻ്റെ നടുവിലായിട്ടാണ് ഈ ദൈവത്തിനായി വേർതിരിക്കുന്ന ഈ ഒബ്ലേഷൻ, ഈ കർത്താവിനായിട്ട് വിശുദ്ധമായിട്ട് വേർതിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. സ്തോത്രം. And that is exclusively for the Lord himself. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കുന്ന വിശുദ്ധ ഭൂമി എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലം തന്നെ ദൈവത്തിന് പ്രത്യേക യാഗം എന്ന നിലയിൽ അർപ്പിക്കപ്പെടും. ആ സ്ഥലത്തെ തന്നെ ദൈവം വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തുന്ന കാര്യമാണ് നാം അവിടെ കാണുന്നത്. പിന്നീടാണ് ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് വരുന്നത്. സാക്രിഫൈസസ്. Yesterday we had a bit of discussions about whether or not there will be
sacrifices reinstituted, resumed in Jerusalem in the millennial temple or not? In one word, we can say yes. എന്റെ സഹസ്രാബ്ദ ലോകത്ത്, സഹസ്രാബ്ദ യെരുശലേമിൽ പഴയ നിയമത്തിലേതുപോലെ യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമോ? ഉത്തരം അതെ. യെരുശലേം ദേവാലയത്തിൽ യാഗങ്ങളുടെ പുനഃസ്ഥാപനം ഉണ്ടായിരിക്കും. യാഗങ്ങളുടെ പുനഃസ്ഥാപനം ഉണ്ടായിരിക്കും. സ്തോത്രം. അതൊരു പക്ഷേ എങ്ങനെ, എന്തിനു വേണ്ടി അല്ല, എന്തിനു വേണ്ടി എന്ന് ചുരുക്കത്തിൽ പറഞ്ഞു നിർത്താം. അതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ യെശയ്യാ 40 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങളിലാണ്. ഐശയ്യാ 40, എസെക്കിയേൽ 40 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങളിലാണ് നാം അതേക്കുറിച്ച് കാണുന്നത്. സ്തോത്രം. അതുപോലെ യെശയ്യാവിലും ഉണ്ട്. ഐശയ്യാ 56, 6 to 8, യെശയ്യാ 56 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ യെഹെസ്കേലിൽ നമ്മൾ കാണുന്നുണ്ട്, സെഖരിയാവിൽ കാണുന്നുണ്ട്. ഇൻ സെഖരായ chapter 14 verse 16, സെഖരിയാവ് 14:16, ജെറമായ 33, 15 to 18, okay, Ezekiel 40 to 48 chapters, Isaiah 56, 6 to 8, Zechariah 14 verse 16, and Jeremiah 33, 15 to 18. അപ്പൊ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നു സഹസ്രാബ്ദ ദേവാലയത്തിൽ യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും എന്ന്. യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. യെഹെസ്കേലിൽ പ്രത്യേകിച്ച് 43-ാമത്തെ അധ്യായം, 40 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങളിൽ മുഴുവനും ആ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. എക്സ്ക്ലൂസീവായിട്ട് എസെക്കിയേൽ 43, 18 to 46, 24, 43-ാം അധ്യായം 18 മുതൽ 46-ാം അധ്യായം 24 വരെയുള്ള വാക്യങ്ങളിൽ ഇതേക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യാഗങ്ങൾ യേശുക്രിസ്തു രാജാവായിട്ട് ഭരിക്കുന്ന ആ കാലത്ത് അവയ്ക്ക് എന്ത് പ്രസക്തി, എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം സ്വാഭാവികമാണ്. എന്തിനു വേണ്ടി അല്ല എന്ന് ആദ്യം പറയാം. The sacrifices during the millennial reign of Christ in the Jerusalem or millennial temple will not be for the remission of sins or for the atonement of sins. Atonement for sins. പാപപരിഹാരത്തിന് വേണ്ടിയോ പ്രായശ്ചിത്തത്തിന് വേണ്ടിയോ ആയിരിക്കില്ല യാഗങ്ങൾ. പാപ പരിഹാരത്തിന് വേണ്ടിയല്ല, പാപങ്ങളുടെ പ്രായശ്ചിത്തമായിട്ടുമല്ല. സ്തോത്രം. പിന്നെ
എന്തിനു വേണ്ടി? What is the purpose of these sacrifices then? One, for the remembrance of the ultimate sacrifice of Christ on the cross. Just as we celebrate Lord's Supper today. ഇന്ന് നമ്മൾ തിരുമേശ ആചരിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിവർത്തിക്കപ്പെട്ട പരമയാഗത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി, ഓർമ്മപ്പെടുത്തലിന് വേണ്ടി അന്ന് യാഗങ്ങൾ ആചരിക്കപ്പെടും. For the remembrance of Christ's sacrifice, supreme atonement on the cross. Second, for convincing the seriousness of sin and rebellion. പാപത്തിന്റെ ഗൗരവത്തെ അന്നുള്ള ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. That means how serious is sin. പാപം എത്ര ഗംഭീരമാണ്, ഗൗരവമേറിയതാണ്. പാപം എത്രമാത്രം, ആ പാപത്തെ ദൈവം എത്രമാത്രം ഗൗരവമായി കാണുന്നു എന്ന് അന്നുള്ള തലമുറയെ ബോധ്യപ്പെടുത്താൻ, അന്നുള്ള തലമുറയെ ബോധ്യപ്പെടുത്താൻ. മറ്റൊന്ന്, എക്കാലത്തും യാഗങ്ങളാൽ എന്താ സംഭവിക്കുന്നത്? ഏത് കാലത്തായാലും വാട്ട് ഹാപ്പൻസ് ത്രൂ ദി സാക്രിഫൈസസ്? പാപപരിഹാരം. പാപപരിഹാരം. പാപപരിഹാരം പക്ഷെ സംഭവിക്കുന്നുണ്ടോ? കൂടെ കൂടെ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നതിനാൽ പാപങ്ങളുടെ ഓർമ്മ. വെരി ഗുഡ്. പാപപരിഹാരമല്ല, പാപങ്ങളുടെ ഓർമ്മയാണ് സംഭവിക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 10, 1-4. എബ്രായ ലേഖനം 10:1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. For the law, since it has only a shadow of the good things to come and not the very form of things, can never by the same sacrifices year by year which they offer continually make perfect those who draw near. Otherwise would they not have ceased to be offered. എന്നിട്ട് താഴെ പറയുന്നു, because the worshippers, having once been cleansed, would no longer have had consciousness of sins. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നു, യാഗങ്ങൾ വർഷാവർഷം ആചരിക്കുന്നത് കൊണ്ട്, അർപ്പിക്കുന്നത് കൊണ്ട് പാപങ്ങളുടെ മോചനം ഉണ്ടാവുന്നില്ല. താഴെ നമ്മൾ കാണുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപപരിഹാരം വരുത്തുവാൻ കഴിയില്ലായിരുന്നു. പിന്നെ യാഗാർപ്പണത്താൽ എന്താ സംഭവിക്കുന്നത്? റിമെമ്പറൻസ് ഓഫ് ദ സിൻസ്, പാപങ്ങളുടെ ഓർമ്മ മാത്രം. അപ്പോൾ ഇപ്പോഴും ജഡശരീരത്തിൽ വസിക്കുന്ന, പാപം ചെയ്യാൻ കഴിയുന്ന ശരീരത്തിൽ വസിക്കുന്ന, പാപമുള്ള ശരീരത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് അവരുടെ പാപത്തെക്കുറിച്ച് ഈ 1000 ആണ്ടിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് യാഗങ്ങളുടെ അടുത്ത ഉദ്ദേശം.
പാപപരിഹാരത്തിന് വേണ്ടിയല്ല. യാഗങ്ങളാൽ പാപപരിഹാരം സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. അവ പഴയ നിയമകാലത്ത് മുമ്പോട്ട് വരുവാനുള്ള യാഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ ഈ സഹസ്രാബ്ദത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് പുറകോട്ട് മശിഹായുടെ നിവർത്തിക്കപ്പെട്ട യാഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. രണ്ട്, പാപത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന്, ദൈവം എത്ര പരിശുദ്ധനാണെന്ന് തെളിയിക്കുക. 3, ഇപ്പോഴും പാപജഡത്തിൽ വസിക്കുന്ന മനുഷ്യരെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതേക്കുറിച്ചുള്ള ഭയമുണ്ടായി പാപവിമോചകനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുക. സ്തോത്രം. അടുപ്പിക്കുക. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. റോമൻസ് 3:20. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം എത്രയോ വരുന്നത്. സ്തോത്രം. പാപത്തിന്റെ പരിജ്ഞാനമേ ഉള്ളൂ എന്ന് വെച്ചാൽ പാപത്തെ തിരിച്ചറിയുക മാത്രമാണ് സംഭവിക്കുക. അതാണ് പാപത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ. കാരണം സഹസ്രാബ്ദത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ സിംഹഭാഗവും ഭൂരിപക്ഷവും ആ കാലത്ത് ജനിച്ച കുഞ്ഞുങ്ങളായിരിക്കും. The majority of the inhabitants during millennium will be the newborns born during the millennial reign of Christ. So they should be reminded of the seriousness of sin. They should be reminded of sin itself. Sin itself. അപ്പോൾ ഈ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അന്നും യാഗങ്ങൾ ഉണ്ടായിരിക്കും. സാക്ഷാൽ മശിഹ പരമയാഗമായി തീർന്ന കർത്താവ് അവിടെ ഉള്ളപ്പോൾ തന്നെ ഈ കാര്യം അവിടെ നടക്കുന്നത് പണ്ട് നടന്നതുപോലെ പാപപരിഹാരത്തിന് വേണ്ടി അല്ല എന്ന് നാം തിരിച്ചറിയുക. അന്ന് ഈ യാഗം കഴിക്കുകയും മറ്റും ചെയ്യുന്നവർ, അന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നവർ, നാം കാണുന്നുണ്ട് തിരുവെഴുത്തിൽ ലേവ്യരായിരിക്കില്ല എന്ന്. ആ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച ചിന്തിക്കാമെന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യമോ വിശദീകരണമോ എന്തെങ്കിലും ഉണ്ടോ? വേണമോ? ഈ കാലഘട്ടത്തിൽ ആരും നിരീശ്വരന്മാർ ഉണ്ടാവില്ലേ? ആ ഭാഗവും നമുക്ക് തിങ്കളാഴ്ച കൈകാര്യം ചെയ്യാം, കർത്താവിനെ വെച്ചാൽ. നമ്മൾ നേരത്തെ സഹസ്രാബ്ദത്തിന്റെ ആത്മീയ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ പാപം ചെയ്യാത്തവർ ആയിരിക്കും, എല്ലാം സ്വസ്ഥവും വിശുദ്ധവുമായിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ അവിടെ രാജാവുണ്ട്. ഒരു ചോദ്യവും വന്നിരുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ ദാവീദിന്റെ ഭരണാധിപന്മാരുടെ ആവശ്യമെന്തെന്നും
അതും ഈ ചോദ്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഒരു ഘടകം കൂടെ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് അന്ന് ചിന്തിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, താങ്ക് യു. പ്രൈസ് ലോർഡ്. അന്നത്തെ ഈ ദേവാലയം എന്ന് പറയുന്നത് അന്ന് ഉണ്ടാക്കുന്ന ദേവാലയമാണോ? അക്ഷരാർത്ഥത്തിൽ നമ്മൾ അതെ, പണിയുന്ന ദേവാലയമാണോ? അക്ഷരാർത്ഥത്തിലുള്ള ദേവാലയം. അക്ഷരാർത്ഥത്തിൽ പണിയപ്പെടുന്നതായിരിക്കും. അതെ, ഇന്നുള്ള ദേവാലയമല്ലല്ലോ. അല്ല. അപ്പൊ ഈ കിഴക്കേ വാതില് അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ആ വാതിൽ തന്നെ ആയിരിക്കും ആ ദേവാലയത്തിന്റെയും കിഴക്കേ വാതിലായിട്ട് വരുന്നത്. ഇത് പട്ടണത്തിന്റെയാ, ദേവാലയത്തിൻ്റെത് മാത്രമല്ല, പട്ടണത്തിന്റെ കിഴക്കേ വാതിൽ. അല്ല, ഇന്നിപ്പോ അടച്ചിട്ടേക്കുന്നതുമായിട്ട് അതെങ്ങനെ ബന്ധം? ഇതൊക്കെ അങ്ങ് പോവുകയില്ലേ? ഇപ്പോൾ ഉള്ളതെല്ലാം ഇടിഞ്ഞു പോകത്തില്ലേ ആ സമയമാകുമ്പോഴത്തേക്ക്? യെരുശലേം നഗരം പോകുന്നല്ലോ, ഇതേ ഭൂമിയിൽ തന്നെയല്ലേ 1000 ആണ്ട് വാഴ്ച. ഇനി ഇപ്പോൾ ഉള്ളത് പോയാലും കിഴക്കേ ദിശ അവിടെ തന്നെ കാണുമല്ലോ. ആ, ദിശ കാണും. അപ്പൊ അവിടെ ഒരു പുതിയ വാതിൽ പണിയുമായിരിക്കും. അതെ, അല്ല, അവര് പറയുന്ന മശിഹ വരുമ്പോ മാത്രമേ ആ വാതിൽ തുറക്കത്തുള്ളൂ, അതിൽ കൂടാണ് മശിഹ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അതെ. പിന്നെ വേറൊന്ന്, അതായത് ദാവീദ് ഭരിക്കും എന്നുള്ളത് ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ന്യായാധിപന്മാരായിട്ട് അപ്പോസ്തലന്മാർ ഇരിക്കും എന്ന് പറയുന്നു. അപ്പൊ ഈ ദാവീദിനേക്കാൾ ഇവര് ഗ്രേഡ് കൂടിയവരായിരിക്കോ കുറഞ്ഞവരായിരിക്കും? കാരണം സഭ പിന്നെ ഇവരെക്കാൾ മുൻപന്തിയിലാണ് എന്നുള്ള കാര്യം പഠിപ്പിച്ചിരുന്നല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് പറയണേ. അതും പറയാം. നമ്മൾ കണ്ടു, ദാവീദിനെ അങ്ങനെ ഇരുത്തുന്നു എങ്കിൽ ഹി വിൽ ബി ദ വൈസ് പ്രസിഡന്റ്, ക്രൈസ്റ്റ് വിൽ ബി ദ പ്രസിഡന്റ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോസ്തലന്മാർ 12 ഗോത്രങ്ങൾക്ക് ന്യായാധിപന്മാരായിരിക്കും. രാജ്യത്തെ, ലോകത്തെ മുഴുവനും ഭരിക്കുന്നവരെന്ന് അവിടെ പറയുന്നില്ല. അത് സഹസ്രാബ്ദത്തിൽ മാത്രമുള്ള വ്യത്യാസമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ കൂടെ സഹസ്രാബ്ദത്തിൽ മാത്രമുള്ള വ്യത്യാസമാണ്, നിത്യതയിൽ അങ്ങനെയല്ല. അപ്പോഴും സഹസ്രാബ്ദത്തിലായാൽ പോലും സഭയ്ക്കാണ് ക്രിസ്തുവിനോടുള്ള അടുപ്പം കൂടുതൽ. അവിടെയും അതുകൊണ്ട് ആ വ്യത്യാസം വരുന്നില്ല. ദൈവസഭയുടെ പ്രത്യാശയും കാത്തിരിപ്പും ഇതുപോലെ ഈവൻ 1000 ആണ്ട് വാഴ്ചയിലെ വാസമോ വാഴ്ചയോ പോലുമല്ല, ക്രിസ്തുവിനോട് കൂടെയുള്ള നമ്മുടെ വാസത്തിനാണ്. പിന്നെ ഇത് പ്രതിഫല വിഭജനം മാത്രമാണ് ഈ അപ്പോസ്തലന്മാർക്കായാലും സഭയ്ക്കായാലും ഉള്ളത്. അപ്പോസ്തലന്മാരല്ലാതെ ദൈവസഭാംഗങ്ങളും ലഭിക്കുന്ന പ്രതിഫലങ്ങൾക്കനുസരിച്ച് ഹൗ ഫെയ്ത്ത്ഫുൾ വി വെയർ ടു ദ ലോർഡ്, കർത്താവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയ്ക്കനുസരിച്ച് മത്തായി 25-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത് പോലെ കുറെ പട്ടണങ്ങൾക്ക് അധിപതികളായിട്ടിരിക്കുമെന്നേ ഉള്ളൂ. ദാവീദ് ഒറ്റ ഒരാളിന്റെ വിഷയം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതും സഹസ്രാബ്ദത്തിൽ, ഭൂമിയിലെ വാഴ്ചയിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കൂടെ നിത്യതയിലല്ല. ഓക്കെ, താങ്ക് യു. പ്രൈസ് ലോർഡ്. അപ്പൊ ഇന്നുള്ള യെരുശലേമിലായാലും അവര് കാത്തിരിക്കുന്നത്, പറഞ്ഞല്ലോ, 1540 അല്ലെങ്കിൽ 40കളിൽ ആ കിഴക്ക് നിന്നുള്ള പ്രവേശന കവാടം സർക്കാർ, അന്നത്തെ ഭരണകൂടമായിരുന്ന ഓട്ടോമൻ തുർക്കികൾ അടച്ചുപൂട്ടിയതാണ്. ഇന്നുവരെയും അങ്ങനെ കിടക്കുന്നു. ഇനിയും പട്ടണത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ആ കിഴക്കേ വാതിൽ അങ്ങനെ തന്നെയായിരിക്കും. ഈ മഹാപീഡന കാലത്തും എന്തൊക്കെ ഭൂപ്രകൃതിയിൽ മാറ്റങ്ങളൊക്കെ വന്നാലും ശരി, ആ കിഴക്കേ വാതിൽ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ.
അതിൽ കൂടെ മശിഹയുടെ പ്രവേശനമായിരിക്കും സാധ്യമാവുക. സ്തോത്രം. എങ്കിൽ നമുക്കിന്ന് ഇവിടെ നിർത്താം. മശിഹയുടെ വരവിനായി നമുക്കും ആർത്തിയോടെ കാത്തിരിക്കാം. കർത്താവിനോട് കൂടെ നാമും തേജസ്സിൽ വെളിപ്പെടേണ്ടതിന് ഏറെ പ്രത്യാശയോടെ കർത്തൃസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.